ലൈഫിൽ കിട്ടിയേക്കണ ഏറ്റവും വലിയ പണി, ഏറ്റവും ഒടുവിൽ കിട്ടിയ പണി പറഞ്ഞാൽ മതി. എന്നാ ഏറ്റവും ഒടുവിൽ മറക്കാൻ പറ്റാത്തൊരു പണി. ഞാൻ പണി കൊടുക്കാറുമില്ല. ഞാൻ ഭയങ്കര കർമ്മ ബിലീവർ ആണ്. അപ്പോൾ നമ്മള് സിൻസിയറായിട്ട് ഒരാൾക്ക് ഒരു ഉപദ്രവം ചെയ്യാതെ നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കർമ്മ, ഞാൻ ഒരുപാട് കർമ്മ റിഫ്ലക്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് ലൈഫിൽ. ഒരുപാട് എൻ്റെ ഏത് ഇത് കണ്ടാലും എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് അത് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറയും, കുറ്റം പറയും പ്ലീസ്, എനിക്ക് 2 കുറ്റമെങ്കിലും പറയണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഡിപ്രഷൻ വരുമ്പോഴും ഫ്രസ്ട്രേഷൻ വരുമ്പോഴും വിഷമം വരുമ്പോഴും ഞാൻ പോയി മാട്രിമോണി നോക്കിയാണ് സന്തോഷിക്കുന്നത്. എനിക്ക് ആങ്സൈറ്റി വന്നിട്ടുണ്ട്, ഡിപ്രഷൻ വന്നിട്ട് പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ട്. ബ്രേക്കപ്പ് കാരണം ഞാൻ മെഡിസിൻ ഞാൻ എന്താ ചീറ്റ് എടുക്കാൻ തപ്പമ്മേ ഡേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എനിക്ക്? അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഇങ്ങനെ ചില്ല് ചെയ്തൊക്കെ ഇരിക്കാം. ഇവര് വർക്കിന്റെ കാര്യം പറയാൻ വിളിച്ചിട്ട് ഈ കഥയൊന്നും ആയിരിക്കില്ല പറയാം, വേറെ എന്തൊക്കെയാ. ഞാൻ കൂടുതലും ഡള്ളായിട്ട്, എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള ആളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൂഡ് സ്വിങ്സ് എന്നിട്ട് ഞാൻ വെറുതെ എനിക്കിപ്പോൾ എന്തിനാ വിഷമിച്ച് ഞാനെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരു ഇന്റർവ്യൂവിന് വരുമ്പോഴത്തേക്കും ആളുകൾക്ക് പോസിറ്റീവായിട്ട് ഇരിക്കണതല്ലേ കാണാൻ, ഹാപ്പി ആയിട്ട് ഇരിക്കണം. അല്ല, അതാണ് ഞാനിപ്പോ പറഞ്ഞത്. അന്നെ ചിരിച്ചിരിക്കണ കാണുമ്പോ സ്വാഭാവികമായിട്ടും നമ്മളും ചിരിക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നെക്സ്റ്റ് ക്വസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മളോടൊപ്പം ഉള്ള അതിഥി ഒരു മോഡലാണ്, ആക്ട്രസ് ആണ്. എല്ലാത്തിലുപരി മലയാളികൾക്കിടയിൽ തഗ്ഗമ്മയായിട്ട് ഏറെ ശ്രദ്ധ നേടിയ ഒരു താരമാണ് അന്ന ചാക്കോ. വെൽക്കം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കണം. അടിപൊളി. അന്ന ഭയങ്കര ഹാപ്പി ഫേസ് ആണ് അന്നയുടെ. നമ്മള് അന്നേനെ നോക്കിയിരിക്കുമ്പോ തന്നെ നമ്മള് തന്നെ സ്വയം ഭയങ്കര എനർജറ്റിക് ആയും ഫുൾ ടൈം ഇങ്ങനെ സ്മൈൽ ചെയ്തിട്ടിരിക്കുക. ഇത് സ്ഥായി ആയിട്ടുള്ള ഭാവമാണോ, അല്ലെങ്കിൽ ഇന്റർവ്യൂസിലെല്ലാം ഇങ്ങനെ ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് വരുന്നതാണോ? അന്നേനെ എപ്പോ കാണുമ്പോഴും ഇങ്ങനെ ചിരിച്ച മുഖത്തോടു കൂടിയാണ് കാണുന്നത്. ശരി, ഞാൻ കൂടുതലും ഡള്ളായിട്ട്, എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള ആളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൂഡ് സ്വിങ്സ് എന്നിട്ട് ഞാൻ വെറുതെ എനിക്കിപ്പോൾ എന്തിനാ വിഷമിച്ച് ഞാനെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരു ഇന്റർവ്യൂവിന് വരുമ്പോഴത്തേക്കും ആളുകൾക്ക് പോസിറ്റീവായിട്ട് ഇരിക്കണതല്ലേ കാണാൻ, ഹാപ്പി ആയിട്ട് ഇരിക്കണം. അല്ല, അതാണ് ഞാനിപ്പോ പറഞ്ഞത്. അന്ന ചിരിച്ചിരിക്കണ കാണുമ്പോ സ്വാഭാവികമായിട്ടും നമ്മളും ചിരിക്കാം. ഞാൻ പേഴ്സണലി ഞാൻ അന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സുഹൃത്താവുന്നത് സ്റ്റാർ മാജിക്കിലാണ്. അപ്പോൾ ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള മേഖല സിനിമ തന്നെയാണ് അല്ലെ? പിന്നെ മോഡലിംഗ് ഉണ്ടായിരുന്നു. മോഡലിംഗിലൂടെ ആയിരുന്നോ തുടക്കം? അതെ, മോഡലിംഗ് ആയിരുന്നു ഫസ്റ്റ് ചെയ്ത്, അതിനുശേഷം ആക്ടിംഗിലേക്ക്. ഏതൊക്കെയാണ് ഇപ്പോ അന്ന ചെയ്തതില് അന്നയ്ക്ക് ഇഷ്ടപ്പെട്ട വർക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ ഒരു സെൽഫ് കോൺഫിഡൻസോടുകൂടി പറയുന്ന അന്നയുടെ പേഴ്സണൽ വർക്ക്സ് ഏതൊക്കെ? അങ്ങനെ പറഞ്ഞാല് ഞാൻ ചെയ്ത എല്ലാ വർക്കും എനിക്ക് ഒരുപാട് ഇഷ്ടത്തോടു കൂടി ചെയ്തതാണ്. അതിൽ ഞാൻ 100% തന്നെ കൊടുത്തിട്ട് ചെയ്ത. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ ഏത് ഇത് കണ്ടാലും എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് അത് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറയും, കുറ്റം പറയും പ്ലീസ്, എനിക്ക് 2 കുറ്റമെങ്കിലും പറയണം. കാരണം ചിലപ്പോൾ ഞാനത് കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ എനിക്ക് അതിനകത്ത് വലിയ കുഴപ്പമൊന്നും തോന്നില്ലായിരിക്കും. പക്ഷെ വേറൊരാളുടെ ആംഗിളിൽ കാണുമ്പോൾ ചിലപ്പോൾ നിനക്ക് ഇത് ശരിയാക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു ഇത് വരും. അപ്പം അതിൽ ചിലപ്പോൾ ഞാൻ അപ്പോഴായിരിക്കും ശ്രദ്ധിക്കാവോ, ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒപ്പീനിയൻ, അങ്ങനെയുള്ള ജെന്യുവിൻ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് എനിക്ക് ഇഷ്ടം. അങ്ങനെയുള്ളത് പറയുന്നത് നെക്സ്റ്റ് ടൈം നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാം. പിന്നെ നമ്മളും ഇംപ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമേ അങ്ങനെ പറഞ്ഞു തരുള്ളൂ നമ്മുടെ അടുത്ത്. അപ്പൊ ഞാൻ എപ്പോഴും അങ്ങനെ ഇതായിരിക്കുന്ന ആളാണ്. എനിക്ക് എന്തെങ്കിലും ഇനിയിപ്പോ ഒരു എപ്പിസോഡ് ഇറങ്ങുകയാണെങ്കിൽ അത് കണ്ടിട്ട് എങ്ങനെയുണ്ട്, ഇതെങ്ങനെ ഉണ്ടായിരുന്നു, ഇത് കുറച്ചുകൂടെ അങ്ങനെ ആക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും ബെറ്റർ ആക്കണോ, ഇങ്ങനെ ചെയ്യണമായിരുന്നോ എന്നൊക്കെ ഞാൻ ചോദിക്കലുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. അടിപൊളി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അന്നയ്ക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നത് വന്നിരിക്കുന്നത് അന്നയുടെ മുടിയുടെ ബേസിസിലാണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അന്നയുടെ മുടി ഒരു സ്പെഷ്യൽ അല്ലേ? ഇപ്പോ അത് ഉറപ്പായിട്ടും അത് തന്നെയാണ്. അന്നയ്ക്ക് തന്നെ സ്വയം അങ്ങനെ
തോന്നിയിട്ടില്ലേ സ്പെഷ്യൽ ആണ് എന്നുള്ള കാര്യം? ഉറപ്പായിട്ട് ഞാൻ പണ്ട് ഒരുപാട് വിഷമിച്ചിരുന്ന ഒരു കാര്യമാണ് എൻ്റെ ഹെയർ ഇങ്ങനെ ആയല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ ഇപ്പം ഞാൻ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ്. ഞാൻ അതിനെ ഇങ്ങനെ ആക്കി, ഞാൻ യുണീക്ക് ആയതുകൊണ്ടാണ്, ഞാൻ എൻ്റെ ഹെയർ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ യുണീക്ക് ആയത്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിയത്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ലുക്ക് ഉള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് സ്കില്ലും വേണം. ഇങ്ങനെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഇത് നല്ല ലുക്കാണെന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ചോദിച്ചു, അയ്യോ എനിക്ക് ചോദിച്ച് വേണ്ടായിരുന്നു എന്നായിപ്പോയി. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ അന്നെ എന്താണ് ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് അയ്യോ ഞാൻ നല്ല, പക്ഷെ അടിപൊളി ലുക്കല്ലേ. നമ്മളൊരു യൂണീക്കായിട്ട് നിക്കാന്നുള്ളതല്ലേ. അന്നിപ്പോ ഒരു 100 ആള് നിൽക്കുന്ന സ്ഥലത്ത് അന്ന പോയി അതിനിടയിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാരും കാണുന്നത് അന്നയായിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ പോസിറ്റീവായിട്ട് തന്നെ എടുത്തത്. ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യം ഇത് കുഞ്ഞിലൊക്കെ ഈ ഹെയർ ഇത് നമുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല. പിന്നെ ആ സമയത്ത് ഇതൊന്നും അത്ര ഇപ്പോഴാണ് ഇതൊക്കെ ട്രെൻഡ് ആയതും മറ്റേ ക്യൂട്ടായതും യുണീക്ക് ആയതും അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ വന്നത് ഇപ്പോഴാണ്. പണ്ട് ഇത് ആൾക്കാർക്ക് ഇത്തിരി ദഹിക്കാത്തൊരു കാര്യമായിരുന്നു. ഈ കുട്ടി എന്താ ഇങ്ങനെ ഇരിക്കണ ആ സാധനമായിരുന്നു. ഇപ്പോഴും കുറെ ആളുകളുണ്ട്, പക്ഷെ നമ്മൾ ചെവി കൊടുക്കാതിരുന്നാൽ മതി എന്നേ ഉള്ളൂ. പക്ഷെ ഏറ്റവും വിഷമിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നേടി അല്ലേ, ഹെയർ ആണ് ശരിക്കും അന്നേനെ ഒരു യൂണിക് ആയിട്ട് മറ്റുള്ളവരിൽ നിന്ന് ശ്രദ്ധിക്കപ്പെട്ടത് അതുകൊണ്ടാണെന്ന് തോന്നിയിട്ടില്ലേ? നല്ല ഭംഗിയാണ് ഹെയർ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് അഴിക്കാൻ പറയുന്നുണ്ട്, പക്ഷെ തുടക്കത്തിൽ അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇത് ചെയ്യാൻ ഭയങ്കര ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫ്രിസിനെസ് കുറച്ച് കൂടുതലായിരിക്കും ഈ ഹെയറിന്. പിന്നെ പെട്ടെന്ന് ഉടക്കാവുന്ന, അതായത് ചെട കെട്ടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കോംബ് ചെയ്യുന്നില്ലെങ്കിൽ എപ്പോഴും പ്രശ്നം വരും. അത് കോംബ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണത് കുറച്ച് കൂടുതലായിട്ട് കെയർ ചെയ്യേണ്ടി വരും നമ്മൾ ഹെയറിന്. പിന്നെ അന്നെ എനിക്ക് തോന്നുന്നു സ്റ്റാർ മാജിക്കിലൂടെ ഒരുപാട് പ്രേക്ഷകർ അന്നയുടെ ഫാൻസായിട്ട് മാറിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു തുള്ളിച്ചാടി നടക്കുന്ന ഒരു കുട്ടി എന്നുള്ള നിലയിൽ അന്നയ്ക്ക് ഒരുപാട് ഫാൻസിനെ നേടി തന്നിട്ടുള്ള ഒരു ഷോ ആയിരുന്നു സ്റ്റാർ മാജിക്. എന്താണ് സ്റ്റാർ മാജിക്കിൽ എത്തിയതിന് ശേഷം അവിടുത്തെ ഒരു എക്സ്പീരിയൻസും സ്റ്റാർ മാജിക് കൊണ്ട് ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഒരു ചേഞ്ച് എന്താണ്? സ്റ്റാർ മാജിക് എനിക്ക് കുറേ അധികം ഓഡിയൻസിനെ തന്നൊരു പ്രോഗ്രാമാണ്. കാരണം ഞാൻ തട്ടിമുട്ടി ശേഷമാണ് സ്റ്റാർ മാജിക്കിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. അതൊരു ഫാമിലി സിറ്റ്കോം ഓഡിയൻസ് ആയിരുന്നു അത്. അതിൽ നിന്ന് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റും ഗെയിമും കുറേ ഫൺ ഗെയിമും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പെർഫോമൻസ് ചെയ്യാനൊക്കെ കുറേ സ്പേസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാം കൂടെ മിക്സ്, നമുക്ക് ബോറിങ്, ആ ഫ്ലോർ ഒരിക്കലും നമുക്ക് ബോർ അടുപ്പിക്കില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. പ്രത്യേകിച്ച് അന്നക്ക് പറ്റിയൊരു ഫ്ലോർ ആയിരുന്നല്ലേ, ഗെയിംസ് ഒക്കെ വെച്ച് ഓടി നടക്കാൻ പറ്റിയിട്ടുള്ള. എനിക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റി ഗെയിംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റാർ മാജിക്കിൽ നിന്ന് കിട്ടിയേക്കണ ഏറ്റവും നല്ല സുഹൃത്താരാണ്? ആരതി സീരിയൽസിലേക്കുള്ള. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട് ഇപ്പോ ബിഗ് ബോസിലുണ്ടല്ലോ, അനു അല്ലേ? നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നല്ലേ? കാണാറുണ്ട് ബിഗ് ബോസ്? കാണാറില്ലേ? ബിഗ് ബോസ് ഫുള്ളായിട്ട് എപ്പിസോഡ്സ് ഇരുന്ന് കാണാറില്ല. ഞാൻ ചെറിയ ചെറിയ കട്ട് വീഡിയോസ് ഇൻസ്റ്റയിലൊക്കെ കാണുന്നത്. എന്താണ് ഫ്രണ്ട് അനു ഒരുമിച്ചുണ്ടായിരുന്ന ആളല്ലേ? അനുവിന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് അഭിപ്രായം? അത് എനിക്കിത് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ എനിക്കറിയില്ല. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മൾ പ്രോഗ്രാം പ്രോപ്പറായിട്ട് കാണാത്ത ഒരാളാണ്. സോ അപ്പോൾ ഞാനത് ജഡ്ജ് ചെയ്യുന്നതിൽ ചിലപ്പോൾ റോങ് ആയിരിക്കാം, റൈറ്റ് ആയിരിക്കാം. സോ ന്യൂട്രലായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ മറ്റേ ബിഗ് ബോസിലുണ്ടല്ലോ ഒരാൾ, അത് കൊള്ളല്ലോ. വേറെ എന്താ പറയാ, മറ്റേ നെവിൻ അല്ലേ? വേറെ എന്തോ സാധനം കണ്ടോ? കറക്റ്റ് ആണ്. എനിക്ക് അതിലുള്ള ആളുകളുടെ പേര് പോലും അല്ല, എനിക്ക് അറിയാം. പക്ഷെ നമ്മൾ പറഞ്ഞില്ലേ, ഇത് ഈ ചെറിയ ചെറിയ വീഡിയോസ് അല്ലേ നമ്മൾ കാണുന്നുള്ളൂ. അല്ല, നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ആ ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ നമ്മൾ ഈ ഇവിടെ കണ്ടിരുന്ന പേഴ്സണലി അല്ലെങ്കിൽ നമ്മൾ ഷൂട്ടിനൊക്കെ കണ്ടിരുന്ന ഒരു അനുവും അവിടെയുള്ള ഒരു അനുവും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അവിടെ ചിലപ്പോൾ സ്ട്രാറ്റജി ആയിരിക്കാം കളിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ബിഗ് ബോസിനൊരു സ്ട്രാറ്റജി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങള് സ്റ്റാർ മാജിക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലി അറിയാവുന്ന അനുവിനെ തന്നെയാണോ നിങ്ങൾ ബിഗ് ബോസിൽ കാണുന്നത്? ഇപ്പൊ അതൊരു ഭയങ്കര അല്ല, എനിക്ക് ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. ചിലപ്പോ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ സ്റ്റാർ മാജിക്കിൽ കാണുന്നതും പേഴ്സണൽ ലൈഫിൽ അറിയാവുന്ന ഒരു അനുവിനെയാണോ ബിഗ് ബോസിൽ കാണുന്നത്?
ആദ്യം തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയണേ. ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഷൂട്ടിന് ചെല്ലുമ്പം ആ ഫ്ലോറിൽ കാണുന്ന പരിചയമുള്ളൂ എനിക്ക് അനുവായിട്ട്. ഇപ്പൊ അങ്ങനെ അതായത് അതെ അത് ഞാൻ എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. ശരി, ഓക്കെ. അതായത് എനിക്ക് ഈ സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ടിന് ചെല്ലുമ്പോൾ ഉള്ള പരിചയമുള്ളൂ അനുവായിട്ട്. നമ്മളൊരു പേഴ്സണലി ഒരു ക്ലോസ് കോണ്ടാക്റ്റിലുള്ള ഒരാളല്ല. സോ എനിക്ക് ഫുള്ളായിട്ട് അനുവിൻ്റെ ക്യാരക്ടറിനെ പറ്റി എനിക്കറിയില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള സ്ട്രാറ്റജി, അത് നമുക്ക് ഇവരെന്താണ് ഇവർ എയിം ചെയ്യണത്, ഇവരെന്താണ് ഫോക്കസ്, എല്ലാവരുടെയും ലക്ഷ്യം ഒരൊറ്റ കപ്പാണ് അല്ലേ. ആ കപ്പിന് വേണ്ടിയിട്ടാണ് ഈ ആളുകളെ ചിലപ്പോൾ അവരവരുടെ റിയൽ ക്യാരക്ടർ ആയിരിക്കില്ല അവിടെ ചെന്നിട്ട് കാണിക്കുക, അല്ലെങ്കിൽ കോണ്ടന്റ് ഉണ്ടാക്കേണ്ട കാര്യങ്ങളുണ്ടാവും, കുറേ സാധനങ്ങളുണ്ടാവും. സോ അതുകൊണ്ട് ഞാനത് ജഡ്ജ് ചെയ്യാൻ ആളല്ല, ഒന്നാമത്തെ കാര്യം. അല്ല, ഞാൻ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. വലിയൊരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയിരുന്നു, അടുത്ത് കണ്ടിരുന്നോ സദാചാരത്തിന്റെ ഇതൊക്കെ? കണ്ടിരുന്നു, ഉറപ്പായിട്ടും. എന്ത് തോന്നി കണ്ടപ്പോ? എനിക്ക് ഒന്നാമത്തെ കാര്യം, ഇത് ഫാമിലി ഓഡിയൻസ് കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഓരോ കണ്ടസ്റ്റൻറ്റും, ഓരോ മത്സരാർത്ഥിയും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറുകളുള്ള ആളുകളാണ്. സോ ഇവരെയൊക്കെ ഭയങ്കര കുറേ സെലക്ഷൻ റൗണ്ട് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് അതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ക്യാരക്ടറും ബിഗ് ബോസ് നന്നായിട്ട് അറിയാം. ആരെ എവിടെ പ്രൊവോക്ക് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ കണ്ടന്റ് ഇട്ട് കൊടുക്കണം എന്നുള്ളതൊക്കെ നന്നായിട്ട് അവരത് അറിഞ്ഞിട്ടാണ് അവർ പ്ലേ ചെയ്യണേ. ജിസേലിനെ സംബന്ധിച്ച് ജിസേൽ വന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ജിസേൽ വന്നിരിക്കുന്നത്. ജിസേൽ പഠിച്ചത് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലൊക്കെ മൊത്തത്തിൽ ഡിഫറൻസ്, നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ കുറേ ഡിഫറൻസ് ഉണ്ട്. അവരുടെ ഒരു വ്യൂ ഓഫ് പോയിന്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ജിസേലിൻ്റെ ഡ്രസ്സിനെ തന്നെ കുറേ ആൾക്കാർ ഇതിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ അത് അങ്ങനൊരു മാറ്റർ, നമുക്ക് അതിപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അവരുടെ ഡ്രസ്സിങ്. പക്ഷേ അങ്ങനൊരു കാര്യം ബിഗ് ബോസിന് കൺസേൺ ആയിരുന്നെങ്കിൽ അവർക്ക് ആ ഡ്രസ്സ് അവിടെ അലോ ചെയ്യില്ലല്ലോ ബിഗ് ബോസ്. ഇപ്പോൾ ആദില നൂറ, നമുക്ക് എന്ത് രസമായിട്ടല്ലേ അവർ അതിനകത്ത് പ്ലേ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ടുപേരാണ്. അപ്പോൾ അതും വേണമെങ്കിൽ സദാചാരമായിട്ട് കാണാനാണെങ്കിൽ അതും നമുക്ക് സദാചാരമായിട്ട് കാണാം ഇല്ലേ. പക്ഷെ ഇതൊന്നും ബിഗ് ബോസിന് ഒരു മാറ്റർ അല്ലാത്തതുകൊണ്ടാണല്ലോ അത് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത്. അവർക്ക് അവരുടേതായ കുറെ മോട്ടീവായിട്ടുള്ള കുറെ സാധനങ്ങൾ കാണും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു പ്ലേ ആയിരിക്കാം ഈ കണ്ടസ്റ്റന്റുകളും ചെയ്യുന്നത്. സോ നമ്മള് അതിനകത്ത് കൂടുതൽ അഭിപ്രായം പറയാത്തതാവും എനിക്ക് നല്ലത്. പിന്നെ പേഴ്സണലി ഞാൻ പറയാണ്, ഞാനൊരു സദാചാരവാദിയല്ല. ഒരിക്കലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ഇപ്പം വേണമെങ്കിൽ അങ്ങനെ സദാചാരം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ സ്ലീവ്ലെസ് ഇട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതും നാട്ടുകാർക്ക് വേണമെങ്കിൽ കുറ്റം പറയാം. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നതും നാട്ടുകാർക്ക് വേണമെങ്കിൽ കുറ്റം പറയാം. സോ നമ്മൾ ആരുടെയും മെൻ്റൽ പീസിൽ കയറിയിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം എന്താ പറയുക, നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ സമാധാനത്തിന് കളയുന്നത്? നമ്മളുടെ സമാധാനം മാത്രം നോക്കിയിട്ട് ജീവിച്ചാൽ പോരെ അല്ലേ? അടിപൊളി. എന്റെ വായ അടുപ്പിച്ചാൽ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാൻ നിൽക്കരുതെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതല്ലേ? അല്ല, ഒരിക്കലും. അതെ. എന്നാ പിന്നെ നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഒരു ചെറിയ സെഗ്മെന്റ് ഉണ്ട്. ഇത് വേറൊന്നുമില്ല, അന്നയുടെ ലൈഫിൽ നിന്ന് തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നമ്മളുടെ ഒരു ബൗളില് കുറച്ച് ഇപ്പൊ സന്തോഷോ അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ വികാരങ്ങൾ ഉണ്ടാവും. അത് അന്ന സെലക്ട് ചെയ്യുന്ന എന്താണോ, അപ്പോ അത് അന്നയുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നതായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാം. അത്രേ ഉള്ളൂ. ഇന്റർവ്യൂ തന്നെ ഞാൻ ചോദിക്കുന്നില്ല എന്നേ ഉള്ളൂ. നമ്മള് ഇവിടെ നമ്മളുടെ രാധാമണി ഉണ്ട്. രാധാമണിയാണ് ഇതെല്ലാം റെഡിയാക്കുന്നത്. രാധാമണി ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് രാധാമണി വിളിച്ചു, രാധാമണി. അഡ്വാൻസ് ടെക്നോളജിയാണ്. ഞാൻ ഒരെണ്ണം എടുത്താൽ മതിയല്ലോ. ഓരോന്ന് എടുത്താൽ മതി. ഫേവറേറ്റ് ഫുഡാ രാധാമണി? എന്തൊക്കെയാണ് എഴുതിക്കൊണ്ട് എന്തെങ്കിലും? ഓക്കെ, ഫേവറേറ്റ് ഫുഡ് എന്തെന്നാ പറഞ്ഞത്? വീട്ടില് ചോറ്. ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാല് ഭക്ഷണം എങ്ങനെയാണ് കഴിക്കുന്നത്, ഭക്ഷണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. എനിക്ക് പുറത്തത്തെ ഫുഡിനേക്കാളും വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകളോടാണ് കൂടുതൽ ഇഷ്ടം. അത് ചോറ്, മീൻകറി, ചമ്മന്തി, പപ്പടം, ഉണക്ക മീൻ പൊടി.
എനിക്ക് അങ്ങനത്തെ ഫുഡൊക്കെയാണ് ഇഷ്ടം. കൂടുതൽ എനിക്ക് ഫാസ്റ്റ് ഫുഡ് ഒന്നും വലിയ താല്പര്യമില്ല. പക്ഷെ കഴിക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുമ്പോൾ പിസ്സ ഇതൊക്കെ കഴിക്കലുണ്ട്. പക്ഷെ കൂടുതലും എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ ഫുഡിനെ കുറിച്ച് നമുക്ക് അധികം നീട്ടണ്ട. രാധാമണിയിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്, നല്ല സാധനങ്ങൾ വരുന്നു പ്രതീക്ഷിക്കുന്നു. രാധാമണി വീണ്ടും ഇവിടെ കമോണ്ട് രാധാമണി. ഈശ്വരാ കാത്തോടെ, ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് പ്രോഗ്രാമിന്റെ പേര് പറയിക്കരുത്. എന്താ അതെ, ഞാൻ ഇനി വീണ്ടും റിലേഷൻഷിപ്പ്. അത് കൊള്ളാം. രാധാമണി ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ റിലേഷൻഷിപ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോ എന്തും ആവാലോ, എന്തോ ആവാം. അതായത് ഏറ്റവും അതായത് ഇപ്പൊ നമ്മൾ എടുക്കുന്നതില് ലൈഫിൽ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് അത് കാര്യങ്ങളെ അതിൽ വരാൻ പാടുള്ളൂ. ഇപ്പൊ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോ ഒബിയസ്ലി അച്ഛൻ, അമ്മ, പെങ്ങ, സിസ്റ്റർ, സിബ്ലിങ്സ് ഒക്കെ അതെല്ലാവരും കൂടെ ഉള്ളതാ. നമ്മൾക്ക് റിലേഷൻഷിപ്സ് നമ്മുടെ ലൈഫിലേക്ക് ആഡ് ആയി വരുന്ന റിലേഷൻഷിപ്സ് ഉണ്ടല്ലോ, അതില് മോസ്റ്റ് ഫേവറേറ്റ് നമുക്ക് മറക്കാൻ പറ്റാത്തത് അങ്ങനെ റിലേഷൻഷിപ്സ് ഉണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്സിനെ കുറിച്ചിട്ട് 4-5 വർഷമായിട്ട് ഞാൻ സിംഗിൾ ആണ് ഗൈസ്. എനിക്ക് വീട്ടിൽ കല്യാണം ആലോചിച്ചോണ്ടിരിക്കുകയാണ്. കണ്ട മാട്രിമോണിയിലൊക്കെ അമ്മ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഡിപ്രഷൻ വരുമ്പോഴും ഫ്രസ്ട്രേഷൻ വരുമ്പോഴും വിഷമം വരുമ്പോഴും ഞാൻ പോയി മാട്രിമോണി നോക്കിയാണ് സന്തോഷിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എത്ര നാളായിട്ട്? 3 വർഷമായി. ഒരു റിലേഷൻഷിപ്സും ഇല്ല, നോ റിലേഷൻഷിപ്പ്. ഓ മൈ ഗോഡ്, റിലേഷൻഷിപ്സ് ഇല്ലാതെ ഒരു 3-4 വർഷമൊക്കെ നമുക്ക് എങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുന്നല്ലേ? നമുക്ക് അനുഭവങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറെ പാഠങ്ങളൊക്കെ പഠിക്കുമല്ലോ. അപ്പൊ നമുക്ക് പിന്നെ പ്രത്യേകിച്ചൊരു ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല സിംഗിളായിട്ട് ജീവിക്കാൻ. 3 വർഷം ഗ്യാപ്പ് ഉണ്ടല്ലോ ഇപ്പൊ? 3 അല്ല 4 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നാ? എന്റെ റിലേഷൻഷിപ്പ് എല്ലാം എന്റെ അമ്മയ്ക്ക് അറിയാനാണ് കേട്ടോ. അതായത് ഞാൻ ആരോടെങ്കിലും ലൈൻ ആയാലും അമ്മ എനിക്ക് ചെറുക്കനായിട്ട് നോട്ടം ഉണ്ട്, അല്ലെ അമ്മ എനിക്ക് ഞാൻ ഈ ചെറുക്കനായിട്ട് ലൈൻ ആണെന്ന് ആദ്യം പോയിട്ട് പറയണ ആൾ എന്റെ അമ്മയായിരിക്കും. അപ്പൊ അമ്മ പറയും, മോനെ ഇതെങ്കിലും അങ്ങനെയല്ല, ലൈക്ക് എന്താ പറയാ, ഞാൻ ഇമോഷണലി ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഓരോന്ന് പോയി കഴിയുമ്പോഴും ഞാൻ അവിടെ പോയിട്ടാണ് ഇരുന്ന് മോങ്ങണത്. അപ്പൊ അമ്മയ്ക്ക് അത് കാണാൻ വയ്യ. നമ്മളെ വന്ന് ഇമോഷണലി ലോക്ക് ചെയ്യും ആളുകൾ. അതെ, അതായത് ഇമോഷണലി ലോക്ക് ചെയ്യണതല്ല, നമ്മളൊരു റിലേഷൻഷിപ്പിൽ ആവാന്ന് പറയുന്നത് നമ്മൾക്ക് ഇന്ന് ഡേറ്റ് ചെയ്ത് നാളെ ബൈ ബൈ പറഞ്ഞു പോകാനല്ലല്ലോ. സോ ആ വ്യക്തിനെ നമ്മളൊരു ലൈഫ് പാർട്ട്ണർ ആക്കാം എന്നത് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കുമല്ലോ ഒരാളുമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പിലാവണത്. അതൊരു മൊമെൻ്റ് എത്തുമ്പോൾ നമുക്കത് വർക്കൗട്ട് ആവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് ബ്രേക്കപ്പ് ആയി പോകുമ്പോൾ ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് പോയതിന്റെ ആ ഒരു എന്താ പറയാ ശൂന്യത എന്നൊക്കെ പറയത്തില്ലേ. ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. ഞാനത് കുറേ ഇതിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആങ്സൈറ്റി വന്നിട്ടുണ്ട്, ഡിപ്രഷൻ വന്നിട്ട് പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ട്. ബ്രേക്കപ്പ് കാരണം ഞാൻ മെഡിസിൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഓൾറെഡി വേറെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വെറുതെ അത് റിപ്പീറ്റ് ചെയ്ത് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് പറയാത്തത്. അപ്പൊ അതൊക്കെ കൊണ്ട് ഇനി എന്റെ ലൈഫിൽ ഡ്രാമ ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഇപ്പൊ മാട്രിമോണിയിലേക്ക് ഇട്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാല്, എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ ഇങ്ങനെ എന്താ പറയാ, നാട്ടുകാരുടെ വീട്ടുകാരുടെ അയ്യോ മോള് പരതെറിഞ്ഞ് മറ്റേ മൂത്ത് നിറച്ച് നിൽക്കുകയാണ്, കെട്ടിക്കണില്ലേ പറയില്ലോ. അല്ലല്ല, നാട്ടുകാരും ബന്ധുക്കളും അങ്ങനെ ചോദിക്കുമ്പോ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അമ്മ എൻ്റെ അടുത്ത് പറയും, മോനെ ഇങ്ങനെ നടന്നാൽ പറ്റൂല, കല്യാണമൊക്കെ കഴിക്കണം. പിന്നെ അമ്മ ഇമോഷണലി നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യും. അമ്മ അങ്ങനെ പറയും, എനിക്ക് എന്തെങ്കിലും പെട്ടെന്നൊന്ന്, എൻ്റെ ഫാമിലിയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് അമ്മ അങ്ങനെ പറയും, അമ്മയ്ക്കും ചെറിയ വയ്യാഴികളൊക്കെ ഉണ്ട്. അപ്പം അമ്മ പറയും, എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നിനക്ക് ആരാ ഉള്ളത് എന്നുള്ളൊരു സാധനം അമ്മ അതെപ്പോഴും എൻ്റെ അടുത്ത് പറയും. അപ്പം ഒരു അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് എനിക്കും തോന്നി. അവർക്ക് എന്താ പറയുക, ശരിയല്ല, ഞാൻ എന്തെങ്കിലും ഒരു വയ്യാഴിക വരുമോ, എനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ ഡിപ്പെൻഡിങ് ആകുമ്പോൾ ആരിൽ ഡിപ്പെൻഡ് ആവും നമ്മൾ, ആരും ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് അമ്മ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ലൈഫിൽ ഏറ്റവും ഇതായിട്ടുള്ള റിലേഷൻഷിപ്പ് ആരാണ്? അമ്മ ഇപ്പൊ പറഞ്ഞ എനിക്ക് തോന്നിയത് ഇപ്പൊ അമ്മയായിട്ടാണ് കൂടുതൽ. അമ്മ ഇനിയിപ്പം ഒരു പാർട്ട്ണർ വന്നാലും അമ്മ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ ആ പാർട്ട്ണർ എനിക്ക്. റിലേഷൻഷിപ്പ് അമ്മ
ഓൾവേസ്. എന്തായാലും അമ്മയുടെ ആഗ്രഹപ്രകാരം വളരെ പെട്ടെന്ന് തന്നെ അന്നയ്ക്ക് അനുയോജ്യനായിട്ടുള്ള ഒരാളെ മാട്രിമോണി വഴിയോ അല്ലാതെ കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും. രാധാമണി നെക്സ്റ്റ് രാധാമണി ഇത് എന്റെ കയ്യിൽ തന്നേക്ക്. രാധാമണി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോ രാധാമണിയുടെ മുഖം കണ്ടിട്ട് ഒരു പരിഭവമുള്ള പോലെ. ഇനി നടത്തിക്കണ്ട. അടുത്തത് എന്താണോ കുറച്ച് ഇളക്കട്ടെ. ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, മൊത്തത്തില് ഇളക്കാണ്. അയ്യോ, ഞാൻ പനീന്ന് ആദ്യം വെച്ച് പണീന്നായിരുന്നു. അത് ഇവിടെ ഏത് ഗസ്റ്റ് വന്നാലും രാധാമണിയുടെ അക്ഷരപ്പശക്ക് മനസ്സിലാക്കാണ്ട് പോവില്ല. പണി ആദ്യം വായിച്ചെന്താ? ഞാൻ വായിച്ച പന്നീന്നാ. അതായത് ഇതെന്താ വായിക്ക പാവുണ്ട് മതി ട്രോളിക്കൊല്ലല്ലേ. രാധാമണി ഇനി അടുത്ത എപ്പിസോഡോട് വരൂല. എന്താ ഞാൻ പറയണ്ടേ? പണിന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു രാധാമണിയുടെ സ്വഭാവം വെച്ച് ഉദ്ദേശിച്ചേക്കണ കാര്യം പണി കൊടുത്തേക്കണതോ പണി കിട്ടിയേക്കണതോ ഒക്കെ കാര്യങ്ങളായിരിക്കും അല്ലേ? പണി കിട്ടിയേക്കണത് അപ്പൊ ലൈഫിൽ കിട്ടിയേക്കണ ഏറ്റവും വലിയ പണി, ഏറ്റവും ഒടുവിൽ കിട്ടിയ പണി പറഞ്ഞാൽ എന്നാ ഏറ്റവും ഒടുവിൽ മറക്കാൻ പറ്റാത്തൊരു പണി. അത് കൊള്ളാം. ഇത് നല്ല പണിയല്ലേ? എന്നാലും എങ്ങനെയായാലും മറക്കാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ എന്നെ എന്ത് ചെയ്യാൻ, പലർക്കും എന്നെ മറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പണി കിട്ടിയതായിട്ട് ഞാൻ അങ്ങനെ പണി ഒന്നും വാങ്ങിച്ചു കൂട്ടാറില്ല. അത് ഒന്നാമത്തെ കാര്യം, അതായത് ആ പണി കിട്ടുന്നതിന് മുൻപേ ഞാൻ അതിനെ സോൾവ് ആക്കാനുള്ള പരിപാടികളൊക്കെ റെഡി. എനിക്ക് പണി കൊടുത്തേക്കണത് പറയാം. പണി വാങ്ങിയിട്ടില്ല. ഇതിപ്പോ കേൾക്കുന്ന ഫ്രണ്ട്സ്, ഞാൻ പണി കൊടുക്കാറില്ല. ഞാൻ ഭയങ്കര കർമ്മ ബിലീവർ ആണ്. അപ്പൊ നമ്മള് സിൻസിയറായിട്ട് ഒരാൾക്കൊരു ഉപദ്രവം ചെയ്യാതെ നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കർമ്മ, ഞാൻ ഒരുപാട് കർമ്മ റിഫ്ലക്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് ലൈഫിൽ, ഒരുപാട്. ഇപ്പോഴും സ്റ്റിൽ ഇതല്ല കേട്ടോ, ഇതല്ല സത്യമായിട്ട് ഇതല്ല, അല്ലാതെ റിഫ്ലക്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. സോ ഞാനായിട്ട് ആരെയും ഉപദ്രവിക്കാൻ പോവണ്ട, അല്ലാതെ തന്നെ കറക്റ്റ് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കർമ്മ പക്ക റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. അല്ല, ഇതെന്താ ഇവിടെ എനിക്ക് മനസ്സിലാവുള്ള, ഇതല്ലാട്ടോ എന്ന് പറഞ്ഞിട്ട് എന്റെ കറക്റ്റ് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കർമ്മ ഇങ്ങനെ നിർത്തുന്ന എന്റെ മുഖത്ത് നോക്കി പറയുമ്പോ പിന്നെ ഞാൻ വിചാരിക്കും പണി മതി എന്നാ പണി മതി. രാധാമണിയുടെ പണിയൊന്നും ഏക്കണില്ല ഈ ഇടയിൽ. നിലത്തിട്ടിവിടെ കാലം പാക്കാതെ. അറിയില്ല പറയില്ല എന്ന് പറയരുത് കേട്ടാ. ഞാൻ അങ്ങനെ താളല്ല എന്ന് പറയരുത്. പിന്നെ പണി കൊടുക്കാറില്ല, പണി കിട്ടാറില്ല, ഇതുവരെ പണി കിട്ടിയിട്ടില്ല. പണി പെട്ടെന്നൊക്കെ ഞാൻ ഒരു പണി പറഞ്ഞില്ല, ഇതുവരെ ലൈഫിൽ ഒരു പണിയും കിട്ടിയിട്ടില്ല. പണി ഞാൻ ഓർത്ത് വെക്കാറില്ല. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള നമ്മള് ദുഃഖകരമായിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് ഇരുന്നാ പോരെ. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. തേച്ചിട്ട് പോണത് പണി കിട്ടുന്നതാണ്. പിന്നെ അതൊക്കെ പണി. അടുത്തത് സാഡ്, വിഷമം വന്നത് അല്ലേ? മൊത്തം സാഡാണ് ഇന്ന്. പണി, സാഡ്. അല്ലാതെ നിങ്ങൾ എഴുതിയിട്ടെന്റെ കുഴപ്പമില്ല. ഞാനല്ല, രാധാമണി ഓരോരുത്തർ വരുമ്പോ രാധാമണിക്ക് അവരുടെ കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങള് രാധാമണി ഇതേപോലെ ഒരു ചെപ്പിലാക്കി എഴുതിക്കൊണ്ട്. വിഷമം വന്നൊരു കാര്യം, ഒരു അടിപൊളി കണ്ടിട്ട് ഇന്ന് തന്നെ പറയാം. അതായത് വിഷമം വരുന്നൊരു കാര്യമാണ് കേട്ടോ. ഇത് ഒരു കണ്ടന്റ് ആക്കാനുള്ള ഒരു സാധനം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അതായത് നമ്മള് ഭയങ്കരമായിട്ട്, നമ്മളൊക്കെ ഒരു ബേസും ഇല്ലാത്ത ഇൻഡസ്ട്രിയിൽ വന്ന ആളുകളാണ്. സോറി, നമ്മളല്ല, ഞാൻ എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ വന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ കുറെ എഫേർട്ട് എടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറെ ഇതിലായിരിക്കും നമുക്കൊരു പ്രൊജക്റ്റിന്റെ വർക്ക് എൻക്വയറി ഒക്കെ വരിക. അപ്പോൾ ഇപ്പം പണ്ടത്തെ കണക്ക് നമ്മുടെ ഈ മറ്റേ കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അല്ലാതെയുള്ള കുറേ സാധനങ്ങളൊക്കെയാണ്. അതായത് നമ്മൾ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് ഒക്കെ പോയി കഴിഞ്ഞ ശേഷമായിരിക്കും പിന്നെ ഇവരൊരു കോളിലോ മെസ്സേജിലോ അല്ലെങ്കിൽ ഇവരുടെ ഇവർ സംസാരിച്ച് നമുക്കൊരു ഹോപ്പൊക്കെ തരുമോ, നമ്മൾ വിചാരിക്കുമോ ഈ പ്രോജക്റ്റ് സെറ്റായി, ഇതിനിപ്പോൾ തുടങ്ങിയാൽ മതി ആ സാധനം, അങ്ങനെ വിചാരിക്കുന്ന സമയത്തായിരിക്കും ഡേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എനിക്ക്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഇങ്ങനെ ചില്ല് ചെയ്തൊക്കെ ഇരിക്കാം. ഇവർ വർക്കിൻ്റെ കാര്യം പറയാൻ വിളിച്ചിട്ട് ഈ കഥയൊന്നും ആയിരിക്കില്ല പറയാം, വേറെ എന്തൊക്കെയാ പറയാം, ചോറുണ്ടോ, എവിടെ പോയി, അങ്ങടെ കറങ്ങാൻ പോയല്ലോ, ഇവിടെ ചായ കുടിക്കാൻ പോയാലോ, ഞാൻ ഫ്ലാറ്റിലേക്ക് വരട്ടെ,
ഇത് ഭയങ്കര, പക്ഷെ ഇതിന് എനിക്ക് റിയാക്ട് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല. എനിക്ക് നല്ല രീതിക്ക് മറുപടി പറയാൻ അറിയാം. ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെ ഫേസ് ചെയ്യണം നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. പക്ഷേ ഇങ്ങനെ ഇവരോട് മറുപടി പറഞ്ഞതിന് ശേഷം ആ കോണ്ടാക്ട് അവിടെ അങ്ങ് എൻഡാവുക. കാരണം ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ലല്ലോ. സോ അവിടെ എൻഡാവുക. നമ്മൾ അപ്പം വീണ്ടും ഫ്രസ്ട്രേഷൻ വരും, ലൈഫിൽ ഒരു വിഷമം വരും. എന്തൊരു ഹോപ്പ് ഉണ്ടായി വന്ന സാധനം അത് ആ വഴിക്ക് പോയി, അത് ഇങ്ങനെ ഒരു കാരണം കൊണ്ട് പോയി. അതെന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഒരിക്കലും ഒരാളുടെ അടുത്തൊരു വർക്കിന്റെ കാര്യത്തിൽ അയ്യോ ഇയാൾ ഇങ്ങനത്തെ ഒരുത്തനാന്നുള്ളൊരു മുൻധാരണയിൽ ഒരിക്കലും ഞാൻ പോവാറില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എത്ര എണ്ണം നമുക്കത് ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റ് ചെയ്യും. പ്രതീക്ഷയിൽ ഇരുന്നിട്ട് പിന്നെ വർക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടായിരിക്കും വിളിക്കുക. അതെല്ലാം ആദ്യത്തെ ഒരു ആഴ്ചയൊക്കെ ഭയങ്കര ആക്റ്റീവ് ഫോമിലായിരിക്കും ഈ സാധനങ്ങളൊക്കെ പോവാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു നിറമാറ്റം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ല ഞാനിങ്ങനെ ചേട്ടാ നിങ്ങൾ മറ്റേ വർക്കിന്റെ കാര്യം പറഞ്ഞിട്ടല്ലേ, ഞാനത് ഓർപ്പിച്ചാണ്. ആണല്ലേ അത് ചിലപ്പോഴേ നമുക്ക് ഇങ്ങനെ വർക്ക് അത് 2 മാസത്തേക്ക് പെൻഡിങ്ങിലാണ് കേട്ടോ, അല്ലെങ്കിൽ അത് മറ്റേ അവിടെ എന്തൊരു ഇതുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ എന്തിനാ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് എനിക്ക് നിങ്ങളോട് വർത്താനം പറഞ്ഞിരിക്കും വേറെ ആൾക്കാരെ കിട്ടാതിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ എനിക്ക് മനസ്സിലാവണില്ല അത്. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ഇവരോട് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കണമല്ലോ. അപ്പോൾ എനിക്കിത് കംഫർട്ട് അല്ല എന്നുള്ളത് ഞാൻ അവിടെ ഷോ ഓഫ് ചെയ്ത ശേഷം ആ ഒരു കണക്ഷൻ അവിടെ കട്ടാവും. ഇനി ഈ വ്യക്തി പോയിട്ട് ഈ വേറെ ആൾക്കാരോട് നമ്മളെപ്പറ്റി എങ്ങനെ പറയും എന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ പല രീതിക്കായിരിക്കും പറയുക. ഇത് അവർക്കറിയില്ല ഇവിടെ എന്ത് നടന്നു എന്നുള്ളത്. ആ പെണ്ണോ അവളെ എടുക്കണ്ട, അവർക്കില്ല, ആള് ശരിയല്ല എന്നായിരിക്കാം പറയാം. പക്ഷെ നമുക്ക് ഇത് പോയിട്ട് എല്ലായിടത്തും പോയിട്ട് വിളിച്ചു പറയാൻ പറ്റും, അയ്യോ പുള്ളി വന്ന് നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു, അല്ലെ പുള്ളിയോട് ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വർക്ക് എനിക്ക് പറയാൻ പറ്റൂല. പക്ഷെ അതെന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണത്. കാരണം നമ്മൾ വലിയൊരു ഹോപ്പ് വെച്ചിട്ട് നമ്മൾ കരിയറിനെ വർക്കിനെ സ്നേഹിക്കുന്നത് അത്രയും ഇതായിട്ടാണ്, നമ്മളുടെ പ്രൊഫഷനാണ്. അപ്പൊ ഇനി അങ്ങനെ വിഷമിപ്പിക്കരുത്, കരിയർ വെച്ചിട്ടോ വിഷമിപ്പിക്കരുത്. ഡീസെന്റ് ആയിട്ട് വന്നിട്ട് ഓക്കെ അതിനൊരു മാന്യതയുണ്ട്, നമ്മളെ ക്യാരക്ടർ അത് പറയുന്നതിലൊരു കാര്യമുണ്ട്. പക്ഷെ നിങ്ങൾ ഇത് വേറെ എന്തെങ്കിലും ഒരു അതേ കാര്യം പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെയുള്ളത് നല്ല അച്ഛനും അമ്മയ്ക്കും പറഞ്ഞവരാരും അങ്ങനെ ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അടുത്ത് നോക്കാം. നല്ല ഉത്തരം കിട്ടിയില്ലേ? അടിപൊളിയായിരുന്നു. ഇത് രാധാമണി കലക്കി. വായി രാധാമണി എഴുതുമ്പോ എനിക്ക് ഭയങ്കര പേടിയാണ് ഇതൊക്കെ വായിക്കുന്നത്. വികൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒപ്പിച്ചേക്കുന്നതിൽ ഏറ്റവും വലിയ വികൃതി ആയിരിക്കും ഉദ്ദേശിച്ചത്. ഏറ്റവും നല്ല വികൃതി എന്താണ്? കൊറേ വികൃതി ഒപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. ഭയങ്കര പെട്ടെന്ന് ഓർത്ത് വെക്കാനാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ അന്നേടത്ത് ബാലാമണി ഭയങ്കര ബാലിശമായിട്ട് ഉള്ള കാര്യങ്ങളാണ് എഴുതി വെച്ചേക്കണത്. വികൃതിയൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. വികൃതി ഇത് ഫണ്ണാണ് കേട്ടോ, ഭയങ്കര ഫണ്ണായിട്ട് എടുക്കണേ. ഞാനേ ഒരു വട്ടം അമ്മയ്ക്ക് മാട്രിമോണിയിൽ നിന്നൊരു പ്രപ്പോസലാന്നും പറഞ്ഞിട്ട് അവിടെ വെറുതെ അവിടെ ഒരു നമ്മളുടെ ഷൂട്ടില് ക്രൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് എനിക്ക് പ്രപ്പോസൽസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പ്രപ്പോസലിന്റെ കാര്യം എല്ലാം അമ്മേന്റെ അടുത്ത് അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അമ്മേന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ രാവിലെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരു സംഭവം പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു ഇത് വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അമ്മ എന്നോട് ഫോട്ടോ അയച്ചതാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഷൂട്ട് ലൊക്കേഷനിൽ നിന്ന് അപ്പോൾ ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് വീണ്ടും ഫോട്ടോ എടുത്ത് അമ്മ ഈ മെസ്സേജ് ഫോൺ എടുത്തപ്പോഴത്തേക്ക് ഈ മെസ്സേജ് കാണാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഇരുന്നൊരു ചേട്ടന്റെ ഫോട്ടോ എടുത്തിട്ട് ക്രോപ്പ് ചെയ്ത് അയച്ചു. അവിടെ ഇരുന്നൊരു ചേട്ടന്റെ റാൻഡമായിട്ടൊരു ചേട്ടന്റെ ഫോട്ടോ എടുത്തിട്ട് ക്രോപ്പ് ചെയ്ത് അയച്ചു കൊടുത്ത് ഇതാണ് ചെക്കൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നത് എന്താ അത്യാവശ്യം പ്രായമുള്ളൊരു ചേട്ടനൊക്കെയാണ്. അപ്പൊ ഞാൻ അമ്മയുടെ റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫോട്ടോ അയച്ചു കൊടുത്തത് കേട്ടോ. അമ്മ അപ്പത്തേക്കും അമ്മയുടെ വോയിസ് നോട്ട്, അതായത് മോനെ സൗന്ദര്യത്തിലോ ഇതിലോ ഒന്നും നല്ല കാര്യം. അതായത് അല്ല അമ്മ അങ്ങനത്തെ ഒരാളല്ല കേട്ടോ. അമ്മ ഇങ്ങനെ ഒരാളുടെ സൗന്ദര്യം നോക്കിയിട്ടൊന്നുമല്ല, അയാളുടെ സ്വഭാവം നല്ലതാണോ, എന്നെ വിഷമിപ്പിക്കാതെ നന്നായിട്ട് നോക്കുക, അതൊക്കെയാണ് അമ്മ കൂടുതലായിട്ട് നോക്കുക. അപ്പൊ എപ്പോഴും ആസ് യൂഷ്വൽ ഉപദേശം ഉള്ളതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്ത് പറയുന്നുള്ളത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പൊ അമ്മയുടെ വോയിസ് നോട്ട്, സൗന്ദര്യത്തിലൊന്നും അല്ല നമ്മൾ നോക്കേണ്ടത്, നല്ലൊരു പാർട്ട്ണർ, അതായത് നമ്മൾക്ക് നല്ലൊരു ഭർത്താവായിട്ട് വരുന്ന ഒരാളാണോ, അതിൻ്റെ സ്വഭാവം നല്ലതാണോ, അല്ലെങ്കിൽ അയാൾക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ, നിന്നെ നോക്കുവോ, ഇതൊക്കെയാണ്. മോൻ ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത്, ഞാൻ നിങ്ങളുടെ മോളല്ല, നിങ്ങളുടെ തവിട് കൊടുത്തല്ല വായിച്ചതാണോ?
ആളമ്മക്ക് ഇഷ്ടായി. അപ്പൊ എനിക്കിങ്ങനെ എന്താണ് ഇതിപ്പോ ഞാൻ അമ്മ ശരിക്കും ഇനിയിപ്പൊ എന്നെ ഒഴിവാക്കാൻ എങ്ങനെയെങ്കിലും പോട്ടെ അങ്ങനെയൊക്കെ ഉള്ളത്. ഭയങ്കര അമ്മ എന്നെക്കാളും ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ആളാണ്. ആണല്ലേ, അടിപൊളി. അപ്പൊ ഇതേപോലുള്ള വികൃതികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നല്ലോണം ഭയങ്കര എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചാൽ മതി, എന്നേക്കാൾ കൂടുതൽ എന്റെ വികൃതികളെ പറ്റി അവര് പറഞ്ഞു തരും. ഞാൻ കൊറേ പറ്റിക്കാറുണ്ട്. അടുത്ത് നോക്കാം നമുക്ക്. കഴിഞ്ഞോ? കൂടിയുള്ളൂ. ഹാപ്പി, ഏറ്റവും ഹാപ്പി മൊമെന്റ്, അതായത് ലൈഫിൽ ഉണ്ടായേക്കുന്ന ഏറ്റവും ഹാപ്പി മൊമെന്റ് എന്താ? ഇല്ല, ഇനി ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് വരണം. ഇതിപ്പോ ഒന്നുമില്ലല്ലോ, എല്ലാ മറ്റേ പിന്നെ ഓർമ്മയില് വരുന്നതാണ് പറയുന്നത്. അതെ, ഓർമ്മയില് വരുന്നത്. ഞാൻ ഇതുവരെ വന്നേക്കുന്നതിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് എന്താ? ഇപ്പൊ എന്തെങ്കിലും ഉത്തരം പറഞ്ഞാൽ മതി. എനിക്ക് 10ാം ക്ലാസ് ജയിച്ചു, പ്ലസ് 2 ജയിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പോലെ. അല്ല അതല്ല, നമുക്ക് ഇപ്പൊ പെട്ടെന്ന് ഈ അടുത്ത കാലത്ത് ഒരു സംഭവത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചേക്കുന്നത് എന്തിലാ? അങ്ങനെ പറയുകയാണെങ്കിൽ അമ്മ കുറച്ച് നാളത്തേക്ക് വിസിറ്റിന് ദുബായിൽ പോയി. അവിടെ വെച്ചിട്ട് അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടായിട്ട് ECG വേരിയേഷനും കൊളസ്ട്രോള് BP എല്ലാം ഹൈ ആയിട്ട് കാണിച്ചു. അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻറ്റി കൊണ്ടുവന്ന് അമ്മേനെ എയർപോർട്ടിലാക്കിയിട്ട് റിട്ടേൺ പോവുക ചെയ്തത്. അത്രയും ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എന്നിട്ട് 1 വീക്ക് ഞാൻ ഭയങ്കരമായിട്ട് അമ്മേനെ പാമ്പർ ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം അമ്മ എന്നെ നോക്കുന്നത് അതെങ്ങനെയാണോ ആ ഒരു ഉത്തരവാദിത്തം പോലെയായിരുന്നു. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ല, ഉച്ചയാകുമ്പോൾ എണീക്കണ ആളാണ്, ഇതൊക്കെയാണ്. പക്ഷെ അമ്മ ഒരാഴ്ച എൻ്റെ കൂടെ ഫ്ലാറ്റായിരുന്നു. ആ സമയത്ത് ഞാൻ രാവിലെ എന്നേക്കും അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, ഉച്ചയ്ക്ക് ലഞ്ച് കറക്റ്റായിട്ട് അമ്മേനെ ഫുഡ് ഒക്കെ ഫുൾ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാതെ നോക്കി ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് അമ്മയുടെ റിസൾട്ട് വന്നപ്പോൾ എല്ലാം നോർമലായിട്ട് കണ്ടോ. അതെനിക്ക് ഗൂസ് ബംസ് വരും. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്കെന്തോ വലിയ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ ആ റിസൾട്ട് കണ്ടപ്പോൾ എല്ലാം നോർമലാണ്. അതെനിക്ക് ഭയങ്കര ഈ അടുത്തിടയ്ക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റ് അതാണ്. അടിപൊളി, സന്തോഷം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്ന ഭയങ്കര ഫാമിലി ഗേൾ ആണോ? യെസ്. എന്നുവെച്ചാ ഇപ്പൊ എന്ത് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അന്ന കൂടുതലും സംസാരിക്കുന്നത് അമ്മയെ പറ്റി, ഫാമിലിയെ പറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മളുടെ ലാസ്റ്റ് കറക്റ്റാ എടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ. അതെ, ഉപകാരപ്പെടും. പോന്നേരത്ത് പേയ്മെന്റ് ചോദിക്കും വെച്ചിട്ട്. അതെ, ഇതില് ഫ്രണ്ട്സ് കട്ട് ചെയ്യണതാണോ? ഫ്രണ്ട്സ് അത് ഒരുപാട് ഉണ്ടാവുമല്ലോ പറയാൻ വേണ്ടി. ഫ്രണ്ട്സിന്റെ ആളാന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരുപാട് ഫ്രണ്ട്സ് വലയങ്ങളുള്ള ഒരാളാണ്. ഒരുപാടൊന്നുമില്ല ഉള്ളത്, പക്ഷെ ഭയങ്കര അടിപൊളിയാണ്. ഫ്രണ്ട്സ് ഒന്നും പറയാൻ പറ്റില്ല. അവരെന്റെ എന്താ പറയാ ഫാമിലിയിൽ നിന്ന് തന്നെ പറയേണ്ടി വരും നല്ലതാണ്. അങ്ങനെ തന്നെയാണ്. ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ പോലെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആരാണ്? ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് കുറെ 3, 4, 5, 8, 10 പേരുണ്ട്. എന്നാലും 8-9 പേരുണ്ടാവും. ഫ്രണ്ട്സ് ആണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ കൂടെ നിന്നിട്ടുള്ളത്. അങ്ങനെ എനിക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ആരൊക്കെ ഹെൽപ്പ് ചെയ്യാനുള്ളതെന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ ഫ്രണ്ട്സിനെ ഫിൽട്ടർ ചെയ്യുന്നത്. അതാണ് ചോദിച്ചത്. അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഇപ്പൊ നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഫ്രണ്ട്സ് ആരാണ്? ഒരു 2-3 പേര് ഒരാളുടെ പറയാൻ പറ്റിയില്ലെങ്കിൽ. വിജി ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ട്, പിന്നെ അമ്മുക്കുട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഒരു അനിയത്തിക്കുട്ടി ഉണ്ട്, പിന്നെ അനില ചേച്ചി ഉണ്ട്, ടിമ്മു എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ഉണ്ട്, പിന്നെ അയ്യോ ആരതി ഉണ്ട്. ഇതൊക്കെ എനിക്ക് ആരുടെങ്കിലും പേര് വിട്ടുപോയി ഇവിടുന്ന്. ഞാൻ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഫ്രണ്ട്സ് ആണ് ഏറ്റവും കൂടുതൽ ലൈഫ് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള. എനിക്ക് എന്തുണ്ടെങ്കിലും വിളിച്ചു പറയാം. നമ്മളെ ഒരു രീതിയിലും ജഡ്ജ് ചെയ്യാത്തത് അവളാണ്. അതുപോലെ തന്നെയാണ് കേട്ടോ. അവർക്കൊരു പ്രശ്നം വന്നാലേ ഞാൻ പറയും എന്തുണ്ടെങ്കിലും ആദ്യം വിളിച്ചു പറയാ എങ്ങനെ എസ്കേപ്പ് ആവുന്നുള്ളത്. ആദ്യം വീട് പിടിക്കാനുള്ള പണി നോക്കിയിട്ട് പറയും. അങ്ങനെ പറയും. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു ലൈഫ്. ഹാപ്പി ആയിട്ട് പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു. പുതിയ പ്രൊജക്ട് എന്താണ് ഇപ്പോ? പുതിയ പ്രൊജക്ട്സ് നമ്മളിതൊക്കെ പറഞ്ഞാലേ വല്ലോ നേരത്തെ നടക്കാണ്ട് പോയാലോ വിചാരിച്ചിട്ടാ. ഇല്ല, അപ്പൊ എന്തായാലും ഇനിയിപ്പോ
അതെ, എല്ലാം ഞാൻ സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ കാണുക, അത് സപ്പോർട്ട് ചെയ്യുക, ജെന്യുവൻ ആയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നും പറയുക. എന്താ ഇവരുടെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അത് എന്താ പറയാ സക്സസ് ആക്കുന്നത് ഇവരാണല്ലോ. അതിന്റെ ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഒരു സീരീസ് ഉണ്ട്, സിറ്റ്കോം ഉണ്ട്. അതില് ഒരു ക്യാരക്ടർ ജിൻസി എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. അത് ഒരു ഓഫീസിലുള്ള ഒരു അത്യാവശ്യം എല്ലാ വികൃതികളും ഉള്ള പല മോഡുലേഷനിൽ ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ആദ്യം വന്ന സമയത്ത് ആൾക്കാർ ഈ ഒരു ഫോർമാറ്റ് എങ്ങനെ എടുക്കും എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ കമന്റ് ബോക്സിൽ നിറയെ ജിൻസിനെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഞാനത് കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കുന്ന ഒരാളാണ്. ഞാൻ വല്ല ഇങ്ങനെയുള്ള ജെന്യുവിൻ ആയിട്ടുള്ള ഒപ്പീനിയൻ ഞാനത് പേഴ്സണലി എടുക്കാറുണ്ട്. അതങ്ങനെ ശരിയാക്കണമെങ്കിൽ ശരിയാക്കണമായിരുന്നു എന്ന് തന്നെ ചിന്തിക്കുന്ന ആളാണ്. അപ്പം ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ ആ ക്യാരക്ടറിന് ഇടുന്നു. അപ്പം അവര് അത് എത്രത്തോളം അതിനെ എന്താ പറയാ കാണുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ക്യാരക്ടറിനെ എത്രത്തോളം അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇതിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ കമൻസിൽ നിന്നും അത് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് അവരുടെ വലിയ സപ്പോർട്ടാണ്. അത് സീരിയസ്ലി എനിക്ക് നെക്സ്റ്റ് ഒരെണ്ണം അടുത്ത എപ്പിസോഡ്സിൻ്റെ ഷൂട്ട് നടക്കുമ്പോഴത്തേക്കും എൻ്റെ ഇതിൽ ഈ കമൻറ്റുകളൊക്കെയാണ് മനസ്സിലൂടെ ഓടിപ്പോണത്. സോ അതെനിക്കൊരു ഭയങ്കര. അപ്പൊ ഇനിയും ഒരുപാട് നല്ല നല്ല കമന്റ്സ് കിട്ടാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള വർക്ക്സുകളൊക്കെ കിട്ടട്ടെ. സിനിമയിലാണെങ്കിലും അന്ന തുടക്കത്തിൽ പറഞ്ഞ പോലെ കൂടുതൽ കോമഡി റോൾസ് ആണ് വരുന്നത്. അതിൽ നിന്നൊക്കെ മാറി ഒരുപാട് ക്യാരക്ടർ റോൾസ് അന്നെ തേടി എത്തട്ടെ. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും എല്ലാം. കുറച്ച് സമയം നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വന്ന അതിഥിയായിരുന്നതിന് ഒരുപാട് നന്ദി. അടിപൊളി സൂപ്പർ സെറ്റ്. അപ്പോ ടാറ്റാ ബൈ ബൈ.